നല്ലൊരു ഗൃഹാന്തരീക്ഷം നിലനിൽക്കുവാൻ ആവശ്യമായ ഇസ്ലാമികമായ നിയമങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ പ്രവാചകൻ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് വിശിഷ്ടരായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ. വിശിഷ്ടരായ സന്താനങ്ങൾക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് രക്ഷിതാക്കൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഇന്നക സമീഉദ് ദുആ, നീയാണ് ദുആ കേൾക്കുന്നവൻ. ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്, വേറാരും ദുആ കേൾക്കൂല. അതുകൊണ്ട് അല്ലാഹുവേ, നിന്നോട് യാചിക്കുകയാണ്, നല്ലവരായ സന്താനങ്ങളെ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് ഔദാര്യമായി തരണം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാരുടെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു അവിടെ ആ വിശ്വാസികളുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അഅ്യുനിൻ, കൺകുളിർമ തരണേ അല്ലാഹ്, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് മാതൃകയാവാൻ മാത്രം ഇമാമിങ്ങളാക്കണേ. വജഅൽനാ, നീ ഞങ്ങളെ ആക്കണമേ, അഥവാ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഒക്കെ നീ ആരാക്കണം. ലിൽ മുത്തഖീന ഇമാമാ, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയുള്ളവരാക്കി മാറ്റണം അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഇസ്ലാമിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന അർത്ഥവത്തായി തീരാൻ വേണ്ട അധ്വാനം നമ്മളിൽ ആവശ്യമാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അല്ലാഹ് റിസ്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളാരും വീട്ടിലടങ്ങിയിരിക്കാറില്ല. റിസ്ക് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ തേടി പുറത്തുപോകാറുണ്ട്. അവിടെ കാലാവസ്ഥ പരിഗണിക്കാറില്ല, നമ്മുടെ സാമ്പത്തിക നില പരിഗണിക്കാറില്ല, നമ്മുടെ സമയം പോലും പരിഗണിക്കാറില്ല. എത്തിപ്പെടേണ്ട റിസ്ക് നേടാൻ വേണ്ടി എത്തിപ്പെടേണ്ടുന്ന ദൂരത്തേക്ക് എത്ര ഡ്രൈവ് ചെയ്യണം, അതിന് എത്ര ട്രാഫിക് ഉണ്ടെന്ന് വരെ നമ്മൾ അന്വേഷിക്കാറില്ല, ആലോചിക്കാറില്ല. എന്താ, റിസ്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റും. ട്രാഫിക് ഉണ്ട്, എനിക്ക് തിരക്കാണ്, റോട്ടിൽ കണ്ട് ഇറങ്ങിക്കൂടാ, ഒരുപാട് നേരം പോകും, ടൈമില്ല, ഭയങ്കര ചൂടാ പുറത്ത്, അത് ഭയങ്കര തണുപ്പാണൊന്നും നമ്മൾ പറയാറില്ലല്ലോ. ഏതിന്റെ കാര്യത്തിൽ? റിസ്കിന്റെ കാര്യത്തിൽ പറയാറുണ്ടോ? ഇല്ല. പടച്ചോനെ റിസ്ക് തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ വക വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിലിരിക്കാറുണ്ടോ? ഇല്ല. എന്നാ എന്റെ ഈ ദീനിന്റെ കാര്യത്തിൽ മാത്രം ഇതൊക്കെ പറയുന്നത്? മുത്തഖീങ്ങൾക്ക് ഇമാമാകാൻ മാത്രം യോഗ്യരാവണമെങ്കിൽ ആദ്യം നേടേണ്ടത് അൽ ഇൽമു ശർഈ, ശർഈയായ അറിവാണ്, മതപരമായ അറിവാണ്. ആ അറിവ് നേടിയെടുക്കേണ്ട കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ പറയും, ചൂടാണ്, പുറത്ത് കാലാവസ്ഥയാണ്, എനിക്ക് നേരത്തെ ഉറങ്ങുന്ന റോട്ടിന് ട്രാഫിക്കാണ്, സമയം ഒരുപാട് വേണം, അത് എത്തൂല, അവിടേക്ക് എത്തുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്റെ ഇതിന്റെ കാര്യത്തിൽ മാത്രം എത്തുമ്പോൾ ഈ ഒരു നയം ഞാൻ എന്നോട് ചോദിക്കണം, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. നല്ലൊരു സദസ്സിലേക്ക് വരാൻ പറയുമ്പോ പറയും, അപ്പൊ തിരക്കാണ്, അപ്പൊ ഒരുപാട് പ്രശ്നമാണ്, അവിടെ ഗസ്റ്റാണ്. ഗസ്റ്റ് ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാറില്ലേ? ഗസ്റ്റ് ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാറില്ലേ? ഇന്ന് വീട്ടിൽ ഗസ്റ്റാണ്, ഞാൻ ജോലിക്ക് പോകണമെന്നാണ് പറയാറുണ്ട്. പോകും, ജോലിക്ക് പോകണം പറയണം. വീട്ടിൽ ഗസ്റ്റ് വന്നാലും പറയണം, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഉച്ഛ്വാസവായു ഓക്സിജന്റെ സ്ഥാനത്തുള്ള ആ ഊർജ്ജം പകരുന്ന നേരത്ത് സ്ഥിരമായിട്ടൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അയാളോടും സ്നേഹത്തോടെ പറയാൻ നമുക്ക് കഴിയണം. സഹോദര, ദീന് പഠിക്കാൻ കിട്ടുന്ന ഈ പ്രവാസ ലോകത്ത് കിട്ടുന്ന, വീണ് കിട്ടുന്ന ഒരവസരമാണിത്. വരൂ എന്റെ കൂടെ നിങ്ങളും, നമുക്ക് ഒന്നിച്ചു പോകാം. അതിന്റെ പേരിൽ ഒരു ഗസ്റ്റ് വരവ് മുടക്കുകയാണെങ്കിൽ അത് നിന്നോട്ടെ. നമ്മൾ മനസ്സിലാക്കണം, വേറെ എവിടുന്ന ദീന് പഠിക്കാൻ? അവ വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അല്ലാഹ് എനിക്കും എന്റെ മക്കൾക്കും കുടുംബത്തിനൊക്കെ നല്ല കൺകുളിർമ ഇവരിൽ നിന്നൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ കൺകുളിർമ കിട്ടുന്നത് ഇസ്ലാം പറഞ്ഞത് അവരുടെ ദീന് കാണുമ്പോഴാണ് നമുക്കിതിന് സന്തോഷം കൊണ്ട് കരയാൻ കഴിയണം. എന്റെ ഭാര്യ അങ്ങനെയാണ്, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്റെ മോൻ ഇങ്ങനെയാണ്, എന്റെ മോൾ ഇങ്ങനെയാണ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആ പ്രാർത്ഥന അർത്ഥവത്തായി തീരാൻ വേണ്ട രൂപത്തിലുള്ള അധ്വാനത്തിന്റെ മേഖലയിൽ ഖുർആൻ പഠിക്കേണ്ടിടത്ത്, ഹദീസ് പഠിക്കേണ്ടിടത്ത്, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സർവ്വവേദികളിലും നമ്മുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്താ അതുകൊണ്ട് പ്രയോജനം? അതിന്റെ കാര്യം എത്തുമ്പോ മാത്രം ദുനിയാവിലെ ഒരുപാട് തിരക്ക് നമുക്ക് ശൈത്താൻ തോന്നിപ്പിക്കുകയും റിസ്ക്കിന്റെ കാര്യത്തിനാകുമ്പോ ഓവർ ടൈമിന് വേണ്ടി ഓടുമ്പോൾ പോലും ഈ ഒരു രൂപത്തിലുള്ള പ്രതിബന്ധങ്ങളും ശൈത്താൻ മനസ്സിൽ തോന്നിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കുന്നത് ഏത് ലോകത്തെയാണ്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഈ ലോക ജീവിതത്തെ എത്രയേ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറ ജീവിതമാണ് ഉത്തമമായതും എന്നെന്നും ബാക്കി നിൽക്കുന്ന ജീവിതവും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു കുടുംബാന്തരീക്ഷം പെട്ടെന്നുണ്ടാവില്ല. അതിന് കുടുംബത്തിലെ മെമ്പർമാർക്ക് അള്ളാനെ പേടി വേണം, പടച്ചറബിനെ കുറിച്ചുള്ള അറിവ് വേണം. ആ അറിവ് നേടിയെടുക്കണം. ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നിലനിൽക്കട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം നീ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രദാനം ചെയ്യണമേ. രോഗികളാ